ഡയലോഗടി നിർത്തിയിട്ട് മനുഷ്യന് വാങ്ങാൻ പറ്റുന്ന രീതിക്കുള്ള സാധനങ്ങൾ അതിൽ ചെയ്തതുകൊണ്ട് അതെന്തൊക്കെയാണെന്നൊന്ന് വാതുറന്ന് പറഞ്ഞൂടെ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ എനിക്ക് വന്ന പേഴ്സണൽ കമന്റ്സ്. ബൈ ഈ ഡ്രസ്സിന്റെ മീഷോ എന്ന് 324 രൂപയ്ക്ക് വാങ്ങിയതാ. ഈ ഡ്രസ്സ് ഇടുമ്പോഴെല്ലാം വയറ് ചാടുന്നത് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വെറുതെ അല്ലല്ലോ, തിന്നിട്ടല്ലേ. സംഭവം കണ്ട കല്ലുപോലെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് നമ്മൾ ആലം സ്റ്റോൺ എന്ന് പറയും, പടികാരക്കല്ല്. നല്ല വലുതായിരുന്നു അത്യാവശ്യം. ഞാനിപ്പോൾ യൂസ് ചെയ്ത് ഇത്ര ആയതാണ്. 20 രൂപയേ ഉള്ളൂ. ഞാൻ ഇത് അങ്ങാടിക്കടയിൽ നിന്നാണ് വാങ്ങിയത്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനെക്കുറിച്ചൊക്കെ അറിയായിരിക്കും, പക്ഷെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ സ്വെറ്റിങ് നല്ല രീതിക്ക് ഇത് കൺട്രോൾ ചെയ്യും. മീൻസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെല്ല് വരത്തില്ല. അപ്പോൾ നല്ല രീതിക്ക് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് അണ്ടർ ആംസിൽ നല്ല രീതിക്ക് തന്നെ വൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഇനി അങ്ങോട്ടുള്ളതെല്ലാം ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ച സാധനങ്ങളും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുമാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് റൈസെറമൈഡ്. ഇതൊരു മോയ്സ്ചറൈസിംഗ് എമൽഷൻ ആണ്. മോയ്സ്ചറൈസർ കഴിഞ്ഞാൽ സൺസ്ക്രീൻ. ഡാമേഡ് സൺസ്ക്രീൻ ആണ്. SPF 50 PA++++. എൻ്റെ SSLC സർട്ടിഫിക്കറ്റിൽ പോലും ഇത്രയും പ്ലസുകളില്ല. ഏതെങ്കിലും ഒരു ലൂസ് പൗഡർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാ പൗഡർ. എൻ്റെ തന്നെ തനത് സൃഷ്ടിയായ എൻ്റെ ലിപ് ബാം, GS ഹെർബൽസിൻ്റെ ലിപ് ബാം. ഞാനിതൊരു ലിപ് ബാം ആയിട്ട് മാത്രമല്ല ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്യും. ഇത്തവണ ഐടെക്സിൻ്റെ ഐലൈനർ മാറ്റി ബ്ലൂ ഹെവൻ്റെ ഇൻഡൻസ് ഐലൈനറാണ് ഞാൻ എടുത്തത്. എക്സ്ട്രീം ബ്ലാക്ക്, ഒരു സ്കെച്ച് ടൈപ്പാണ്. ഇത് വരച്ച് എനിക്ക് വലിയ പരിചയമില്ല, അതുകൊണ്ട് 2 വാല് മാത്രം ഇട്ട് കൊടുത്തു. സിമ്പിൾ ആയിട്ട് ഒരു പോണി ടൈലും കൂടെ ഒന്ന് കെട്ടി മുടിയും സെറ്റാക്കിയ ശേഷം മാല ഇട്ട് കൊടുത്തു. ഈ ഔട്ട്ഫിറ്റിന് ഏത് മാല ചേരുമെന്ന് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. കമ്മലിട്ടു, അങ്ങനെ ഞാൻ റെഡിയായി. എവിടെ പോകും? അങ്ങനെയൊന്നുമില്ല, ഒരിടം പിടിക്കാൻ 2 ഇടം പോകും. ഓക്കെ, ബൈ.